ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ കോഴിക്കിന്ന് തീറ്റയായി കൊടുക്കാൻ പോകുന്നത് വായ കൂമ്പിൻ്റെ പൂക്കളാണ്. ഈ പൂക്കളിൽ നല്ല മധുരം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടൻ കോഴികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണിത്. ഇതിങ്ങനെ വിതറിക്കൊടുത്താൽ തന്നെ അതെല്ലാം കൊത്തിത്തിന്ന് പെട്ടെന്ന് തന്നെ കാലിയാക്കും. അതുപോലെ തന്നെ ഈ ഒരു ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ നമുക്ക് നല്ല ക്ലൈമറ്റ് ചൂടുള്ള ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ വാട്ടർ കണ്ടൻറ്റുള്ള നമ്മുടെ വാട്ടർ മിലൺ, അതായത് ബത്തക്ക, നമ്മുടെ നാട്ടിൽ പറയുന്ന പേരാണ് ബത്തക്ക. ബത്തക്കയുടെ തൊലി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോഴികൾ നല്ലോണം കൊത്തിത്തിന്നും. അതിൽ നല്ല വാട്ടർ കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ കോഴികൾക്ക് നല്ലൊരു ഈ ചൂടിന് ആശ്വാസമായിരിക്കും. നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും, നല്ലൊരു ഉന്മേഷം ഉണ്ടാകും കോഴികൾക്ക്. അതുപോലെ നമ്മളെ കോഴികളിൽ കണ്ടുവരുന്ന ചില രോഗങ്ങളാണ് ഈ കാണുന്നത്. നമ്മുടെ ഈ കോഴിൻ്റെ തലവീക്കം. ഈ തലവീക്കം മാറാനുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന യൂറിക് ആസിഡിൻ്റെ പൗഡർ. ആ പൗഡർ നമ്മൾ വെളിച്ചെണ്ണയിൽ, നല്ല നാടൻ വെളിച്ചെണ്ണയിൽ മിക്സാക്കിയിട്ട് അതിൻ്റെ വീങ്ങിയ തലയുടെ ആ ഭാഗങ്ങളിൽ നമ്മൾ തേച്ച് കൊടുക്കുക. ആ തേച്ച് പിടിപ്പിച്ചിട്ട് ഏകദേശം വീക്കിലി ഒരു 2-3 പ്രാവശ്യം തേച്ച് പിടിപ്പിച്ചാൽ തന്നെ ആ കോഴിയുടെ അസുഖം താനെ കുറച്ചായി ആ തലവീക്കം മാറി വരികയും കോഴിക്ക് പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ യൂറിക് ആസിഡിൻ്റെ പൗഡർ നമ്മൾ വെളിച്ചെണ്ണയിൽ മിക്സാക്കിയിട്ട് നമ്മുടെ ഈ വീങ്ങി കിടക്കുന്ന തലയിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കോഴിക്കോടിൻ്റെ സൈഡിൽ തന്നെ നമ്മളൊരു ചെറിയ കൃഷി തോട്ടമുണ്ട് നമുക്ക്. അതിൽ ഉണ്ടായ ഒരു സാധനമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്, വയലറ്റ് കാന്താരി. നമുക്ക് ഒരുപാട് ഐറ്റം കാന്താരികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഇനം തന്നെയാണ് ഈ വയലറ്റ് കാന്താരി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല എരിവൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത ഇത് 4 കളറിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇത് വളരുമ്പോൾ വയലറ്റും പിന്നീട് അത് വളർന്ന് അതൊരു പരുവത്തിലെത്തുമ്പോഴത്തേക്കും അതിനൊരു വൈറ്റ് കളർ ഉണ്ടാകുകയും ആ വൈറ്റ് പിന്നീട് അത് ഓറഞ്ച് കളറിലേക്ക് മാറുകയും അത് പഴുത്തിട്ട് റെഡ്, അതായത് നല്ല ചുവന്ന കളറിലായി കിട്ടുമ്പോൾ ആ പഴുത്ത് നമുക്ക് പിന്നീട് അത് വിത്താവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇവ നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ വീട്ടിലുണ്ടായ നമ്മുടെ ഈ പച്ച കാന്താരി, അതായത് നമ്മുടെ ഈ വയലറ്റ് കാന്താരി നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് പറിക്കുന്നതാണ്. നമ്മൾ ഇതുപോലെ ചെറിയ കൃഷികൾ നമ്മളെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് രാസവളങ്ങൾ ഉപയോഗിച്ച മറ്റ് സാധനങ്ങളൊന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങണ്ട. നമ്മളെ വീട്ടിൽ തന്നെ നമ്മളിപ്പോൾ ഒരുപാട് ജൈവവളങ്ങൾ ഉപയോഗിച്ചിട്ട് പല കൃഷികളും ചെയ്യുന്നുണ്ട്. അതിലെ ഒരു ഐറ്റം മാത്രമാണ് ഈ കാണുന്ന ഈ വയലറ്റ് കാന്താരി നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് കൃഷികളുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.